രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിനു പിന്നാലെ മന്ത്രി പി പ്രസാദിനെ പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ലണ്ടനിലായിരുന്ന മന്ത്രി ചടങ്ങിന്റെ ഭാഗമാകാൻ നേരിട്ടെത്തിയെന്ന് ഗവർണർ പറഞ്ഞു. കേരള കാർഷിക സർവകലാശാല കോൺവൊക്കേഷൻ ചടങ്ങിലായിരുന്നു ഗവർണറുടെ പരാമർശം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് റാഫി കരീമാണ് ചെയ്യുന്നത്. റാഫി, ഗുഡ് ഈവനിങ്. ഈ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ അത് സർക്കാരുമായി തന്നെയുള്ള ഒരു മഞ്ഞുരുകലിന്റെ അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ ഒരു സൂചനയായി കണക്കാക്കാമോ? അത്തരം സൂചനകളൊന്നുമല്ല എന്ന് തന്നെയാണ് ഈ ചടങ്ങിന് ശേഷം മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിലായിരുന്നു ഈ വിവാദങ്ങൾക്ക് ശേഷം മന്ത്രിയും ഗവർണറും ഒരുമിച്ചെത്തിയത്. ഈ വേദിയിൽ വച്ചായിരുന്നു മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഗവർണർ സംസാരിച്ചത്. മന്ത്രി വളരെ മികച്ചൊരു മന്ത്രിയെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഗവർണർ പറഞ്ഞത്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജെറ്റ് ലാഗ് ഒന്നുമില്ലാതെ ലണ്ടനിൽ നിന്നാണ് അദ്ദേഹം എത്തിയതെന്നും ഗവർണർ പറഞ്ഞു. ഒപ്പം തന്നെ മന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ രണ്ടുപേരും വളരെയധികം സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെയാണ് ഇരുവരും വേദി വിട്ടതും. ഗവർണറെ കാറിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞത് താൻ നല്ലൊരു മിനിസ്റ്ററാണ് എന്ന് ഗവർണർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അത് സ്വീകരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്നത്തെ ചടങ്ങിൽ ഒരു തരത്തിലുമുള്ള ശാഠ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മുൻപതല്ലായിരുന്നു. രാജ്ഭവനിലെ ചടങ്ങിൽ ഭരണഘടനയ്ക്കെതിരായി നിയമത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നും പ്രോട്ടോക്കോൾ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നും ശാഠ്യം പിടിച്ചതാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടാക്കിയതെന്നു കൂടിയാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ നിലപാടിൽ മാറ്റമില്ല. ഗവർണറുമായി സൗഹൃദമുണ്ട്, വ്യക്തിപരമായ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ താൻ സ്വീകരിച്ച നിലപാടിൽ മാറ്റങ്ങളില്ല എന്നും മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഈ ഗവർണറുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ വലിയ സുരക്ഷയുണ്ടായിരുന്നു. ഇതിനിടയിലും SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അയ്യന്തോളിൽ വെച്ച് ഭരണഘടനയുടെ ആമുഖം ഉയർത്തിക്കൊണ്ടായിരുന്നു SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തിയത്. ഈ ചടങ്ങ് നടന്ന ഹാളിന് പുറത്തും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തായിരുന്നു ഈ നിലയിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നത്. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്.